മനുഷ്യ ശരീരത്തിലേക്ക് കയറി മനുഷ്യ ശരീരത്തിലെ മാംസം ഭക്ഷിക്കുന്ന ഒരു ബാക്ടീരിയ. ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ ആ മനുഷ്യൻ മരണപ്പെടും. പറഞ്ഞു വരുന്നത് സെപ്റ്റോകോക്കസ് ടോക്സിക് ഷോക്ക് സിൻഡ്രം അഥവാ STSS എന്ന രോഗത്തെ പറ്റിയാണ്. ജപ്പാനിൽ വ്യാപകമായി ഈ രോഗം റിപ്പോർട്ട് ചെയ്യുകയാണ്. ബ്ലൂംബെർഗ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത ഒരു വാർത്ത കൂടിയാണ്. നിലവിലിത് ജപ്പാൻ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിലും ജപ്പാൻ മാത്രമല്ല ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ വൈറസിനെ അല്ലെങ്കിൽ ഈ ബാക്ടീരിയയെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഭയത്തോടു കൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഇതിനോടകം ജപ്പാന് പുറമെ 4 രാജ്യങ്ങളിൽ കൂടി, അതായത് 4 യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടി ഈ രോഗം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുണ്ട്. 2022 അവസാനത്തിലാണ് ഈ രോഗം യൂറോപ്പിലെ 4 രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ സെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. 1999 ഈ STSS എന്ന് പറയുന്ന രോഗം ജപ്പാനിൽ ആദ്യമായി കണ്ടത്. പിന്നീട് പല വർഷങ്ങളിലായി ജപ്പാനിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ വർഷം 947 കേസുകളാണ് ഇത്തരത്തിൽ STSS രോഗമായി കണക്കാക്കിയിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ 2024 ജൂൺ 2 തികയുമ്പോൾ കഴിഞ്ഞ വർഷം 947 രോഗമുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 977 ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ ബാക്ടീരിയയുടെ വ്യാപനം ഇപ്പോൾ വലിയ രീതിയിൽ വ്യാപിക്കുകയാണ്. ഇങ്ങനെ പോയാൽ 2024 അവസാനിക്കുമ്പോൾ ജപ്പാനിൽ മാത്രം 2500-ലേറെ കേസുകൾ ഈ STSS രോഗം മൂലം ഉണ്ടാകുമെന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണമായി പറയുന്നത് തൊണ്ടവേദനയാണ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വീക്കം തന്നെയാണ്. ഈ സംഭവത്തെ പറ്റി ടോക്കിയോയിലെ ഒരു വിദഗ്ധൻ പറഞ്ഞ കാര്യം, ഈ അസുഖത്തിന്റെ ഭാഗമായി കാലിൽ ഒരു വീക്കം വന്നാൽ ഉച്ചയോടുകൂടി ആ വീക്കം അല്ലെങ്കിൽ ആ നീര് മുട്ടിലേക്ക് എത്തും. പിന്നീട് അത് ശരീരത്തിനെ മൊത്തമായി ബാധിച്ചു തുടങ്ങും. 48 മണിക്കൂറിനുള്ളിൽ ആ രോഗം ബാധിച്ചത് ആരാണോ അദ്ദേഹം മരണപ്പെടും. ഈ STSS എന്ന് പറയുന്ന ഈ രോഗം ബാധിച്ച ആളുകളിൽ 30% മരണപ്പെട്ടത് ഈ രോഗം സ്ഥിരീകരിച്ചതിൻ്റെ അല്ലെങ്കിൽ ഈ ബാക്ടീരിയ അവരുടെ ശരീരത്തിൽ കയറിയതിൻ്റെ 48 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ രോഗം സ്ഥിരീകരിച്ച ആളുകളുടെയൊക്കെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ രോഗം കൂടുതലായി ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷകർ പറയുന്നത്. ജപ്പാനിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോവിഡിന്റെ എല്ലാ നിയന്ത്രണങ്ങളും മാറ്റിയിരുന്നു. ഈ കോവിഡ് നിയന്ത്രണം മാറ്റിയതിന് പിന്നാലെയാണ് ഈ STSS എന്ന രോഗം വ്യാപകമായി വ്യാപിക്കാൻ തുടങ്ങിയത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതുണ്ട്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഈ തൊണ്ടവേദന, തൊണ്ടവീക്കം എന്നീ ഘടകങ്ങളാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വിദഗ്ധർ ആദ്യഘട്ടത്തിൽ പറയുന്നത് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കൃത്യമായി കഴുകുക, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ മുറിവ് പറ്റിയാൽ ആ ഭാഗം വളരെ സൂക്ഷ്മമായും കൃത്യമായും ചികിത്സയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള മുറിവുകളിലൂടെയായിരിക്കും ഇത്തരം ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറുക എന്നുള്ളത്. അതേസമയം ഈ ബാക്ടീരിയയെ പറ്റി പറയുന്നത്, ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിനകത്തേക്ക് കടന്നാൽ മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണത്തെ ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ഈ രക്തചംക്രമണത്തെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. കൂടാതെ കുടലടക്കമുള്ള ഭാഗങ്ങൾ ഈ ബാക്ടീരിയ ഭക്ഷിക്കാൻ തുടങ്ങും. ഒരുപാട് ആന്തരിക അവയവങ്ങളാണ് ഈ ബാക്ടീരിയ പതിയെ ഭക്ഷിച്ച് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു മരണം, അതായത് ഈ രോഗം സംഭവിച്ച ആളുകളിൽ 30% ആളുകൾക്കും 48 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.